ഹലോ, സ്റ്റഡി ഐ ക്യു പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് 2025 ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ളത് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. M.K. സാനു, ജനനം 1928 ഒക്ടോബർ 27, തുമ്പോളി, ആലപ്പുഴ. M.K. സാനു, ജനനം 1928 ഒക്ടോബർ 27, തുമ്പോളി, ആലപ്പുഴ ജില്ല. മുഴുവൻ പേര് മംഗലത്ത് കേശവൻ സാനു. മുഴുവൻ പേര് മംഗലത്ത് കേശവൻ സാനു. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകനാണ്. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകനാണ്. ആത്മകഥ കർമ്മഗതി. അപ്പോൾ M.K. സാനു, ജനനം 1928 ഒക്ടോബർ 27, തുമ്പോളി, ആലപ്പുഴ. മുഴുവൻ പേര് മംഗലത്ത് കേശവൻ സാനു. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകനാണ് ഇദ്ദേഹം. ആത്മകഥ കർമ്മഗതി. അധ്യാപകൻ, വാഗ്മി, നിരൂപകൻ, പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ, ചിന്തകൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നീ നിലകളിൽ ഇദ്ദേഹം പ്രശസ്തനാണ്. അധ്യാപകൻ, വാഗ്മി, നിരൂപകൻ, പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ, ചിന്തകൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നീ നിലകളിൽ ഇദ്ദേഹം പ്രശസ്തനാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യ രചനയാണ് 5 ശാസ്ത്ര നായകന്മാർ, വർഷം 1958. ഇദ്ദേഹത്തിൻ്റെ ആദ്യ രചനയാണ് 5 ശാസ്ത്ര നായകന്മാർ, വർഷം 1958. 1960 വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി. 1960 വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ജനനം 1928 ഒക്ടോബർ 27, തുമ്പോളി, ആലപ്പുഴ. മുഴുവൻ പേര് മംഗലത്ത് കേശവൻ സാനു. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകനാണ് ഇദ്ദേഹം. ആത്മകഥ കർമ്മഗതി. അധ്യാപകൻ, വാഗ്മി, നിരൂപകൻ, പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ, ചിന്തകൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് ഇദ്ദേഹം. ആദ്യ രചന 5 ശാസ്ത്ര നായകന്മാർ, വർഷം 1958. 1960 വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ നോക്കാം. പ്രഭാത ദർശനം, സഹോദരൻ കെ അയ്യപ്പൻ, മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം, ശ്രീനാരായണ ഗുരുസ്വാമി, അയ്യപ്പ പണിക്കരും അയ്യപ്പ പണിക്കരും, മൃത്യുഞ്ജയം കാവ്യജീവിതം. ഇത് കുമാരനാശാനെ കുറിച്ച് എഴുതിയതാണ്. മൃത്യുഞ്ജയം കാവ്യജീവിതം കുമാരനാശാനെ കുറിച്ച്. അടുത്ത കൃതിയാണ് M. ഗോവിന്ദൻ. അപ്പം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ ഒന്നുകൂടെ നോക്കാം. ഈ കൃതികളെല്ലാം തന്നെ ഓരോ വ്യക്തികളുടെ പേരുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കൂടുതലായിട്ടുള്ള കൃതികളും. അപ്പോൾ നമുക്ക് നോക്കാം. പ്രഭാത ദർശനം, സഹോദരൻ കെ അയ്യപ്പൻ, മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം, നാരായണ ഗുരുസ്വാമി, അയ്യപ്പ പണിക്കരും അയ്യപ്പ പണിക്കരും, മൃത്യുഞ്ജയം കാവ്യജീവിതം കുമാരനാശാനെ കുറിച്ച് എഴുതിയതാണ്. അടുത്ത കൃതിയാണ് M. ഗോവിന്ദൻ. ഇനി നമുക്ക് ഇദ്ദേഹം രചിച്ചിട്ടുള്ള ജീവചരിത്രങ്ങൾ നോക്കാം. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. അടുത്തതാണ് യുക്തിവാദി M.C. ജോസഫ്. യുക്തിവാദി M.C. ജോസഫ്. അടുത്ത ജീവചരിത്രമാണ് ബഷീർ ഏകാന്തവേദിയിലെ അവധൂതൻ. ബഷീർ ഏകാന്തവേദിയിലെ അവധൂതൻ. അസ്തമിക്കാത്ത വെളിച്ചം, ആൽബർട്ട് ഷ്വൈറ്റ്സറെ കുറിച്ച്. അസ്തമിക്കാത്ത വെളിച്ചം, ആൽബർട്ട് ഷ്വൈറ്റ്സറെ കുറിച്ച്. ഉറങ്ങാത്ത മനീഷി, P.K. ബാലകൃഷ്ണൻ്റെ ജീവചരിത്രം. ഉറങ്ങാത്ത മനീഷി, P.K. ബാലകൃഷ്ണൻ്റെ ജീവചരിത്രം. അപ്പോൾ നമുക്ക് ജീവചരിത്രങ്ങൾ ഒന്നുകൂടെ നോക്കാം. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, യുക്തിവാദി M.C. ജോസഫ്, ബഷീർ ഏകാന്തവേദിയിലെ അവധൂതൻ. അടുത്തതാണ് അസ്തമിക്കാത്ത വെളിച്ചം, ആൽബർട്ട് ഷ്വൈറ്റ്സറെ കുറിച്ച്. ഉറങ്ങാത്ത മനീഷി, P.K. ബാലകൃഷ്ണൻ്റെ ജീവചരിത്രമാണ്. ഇനി ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാന പുരസ്കാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 1985 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അവതാരണം എന്ന കൃതിക്ക്. 1985 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അവതാരണം എന്ന കൃതിക്ക്. 1992 വയലാർ അവാർഡ്
ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്രത്തിന്. 1992 വയലാർ അവാർഡ് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്രത്തിന്. 2002 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം. 2002 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം. 2010 കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം. 2010 കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം. 2011 പത്മപ്രഭ പുരസ്കാരം. 2011 പത്മപ്രഭ പുരസ്കാരം. 2011 തന്നെ NK ശേഖർ പുരസ്കാരം. 2011 തന്നെ NK ശേഖർ പുരസ്കാരം. 2011 തന്നെയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചത് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്രത്തിന്. അപ്പോൾ നമുക്ക് പുരസ്കാരങ്ങൾ ഒന്നുകൂടെ നോക്കാം. 1985 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അവതാരണം എന്ന കൃതിക്ക്. 1992 വയലാർ അവാർഡ് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്രത്തിന്. 2002 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം. 2010 കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം. 2011 പത്മപ്രഭ പുരസ്കാരം. 2011 തന്നെയാണ് NK ശേഖർ പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതിക്ക്. 2013 എഴുത്തച്ഛൻ പുരസ്കാരം. 2013 എഴുത്തച്ഛൻ പുരസ്കാരം. 2024 തകഴി പുരസ്കാരവും കേരള ജ്യോതി പുരസ്കാരവും. 2024 തകഴി പുരസ്കാരവും കേരള ജ്യോതി പുരസ്കാരവും MK സാനുവിന് ലഭിച്ചു. ഇനി ഇദ്ദേഹത്തിൻ്റെ അവസാന രചനയാണ് തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി. ഏതാണ് അവസാന രചന? തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി. ഇത് സഹോദരൻ അയ്യപ്പൻ്റെ സഹോദരിയെക്കുറിച്ച് എഴുതിയതാണ്. ഇത് സഹോദരൻ അയ്യപ്പൻ്റെ സഹോദരിയെക്കുറിച്ച് എഴുതിയതാണ്. ഏതാണ് അവസാന രചന? തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി. സഹോദരൻ അയ്യപ്പൻ്റെ സഹോദരിയെക്കുറിച്ച് എഴുതിയതാണ് ഈ കൃതി. 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് MLA ആയിട്ടുണ്ട്. ഇദ്ദേഹം 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് MLA ആയിട്ടുണ്ട്. 2025 ഓഗസ്റ്റ് 2 അന്തരിച്ചു. ഡേറ്റ് നോക്കി വയ്ക്കുക. 2025 ഓഗസ്റ്റ് 2 അന്തരിച്ചു. 2025 ഓഗസ്റ്റ് 2 അന്തരിച്ചു. സ്മാരകം സ്ഥാപിതമാകുന്നത് വാത്മീകി കുന്ന്. സ്മാരകം സ്ഥാപിതമാകുന്നത് വാത്മീകി കുന്ന്. അപ്പോൾ ഇത്രയാണ് MK സാനുവിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്